നമസ്തേ. ഇന്ന് അങ്ങിൽ നിന്ന് ഒരു പ്രധാന കാര്യം അറിയേണ്ടത്, ഏതൊരു പ്രവൃത്തിയുടെയും അല്ലെ ഏതൊരു സൃഷ്ടിയുടെയും പിന്നിലൊരു ചാലക ശക്തി ഉണ്ടാവും, ഉറപ്പാണ്. അപ്പൊ അങ്ങിന്ന് സത്യത്തിലെ ശാസ്ത്രലോകത്തിന് മുമ്പില് അത്ഭുതാവഹമായ കണ്ടുപിടുത്തത്തിന്റെ ഒരു കണ്ടുപിടുത്തങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ പ്രണവവേദം. അത് ഇന്നത്തെയും നാളത്തെയും ഒക്കെ അറിവുകളെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ പ്രണവവേദം അങ്ങയുടെ മനസ്സ് അങ്ങനെ ചിന്തിക്കാനും അതിലേക്ക് പോകാനും അതിന്റെ സൃഷ്ടിപരമായ കാര്യങ്ങളിലേക്ക് പോരാനും എന്തെങ്കിലും ചില ചെറിയ കാരണങ്ങളുണ്ടാവും. അത് കാരണം നമ്മളെപ്പോഴും കാരണത്തെ ചെറുതായിട്ടാണ് പറയാറ്, പക്ഷെ ചെറുതല്ല കാരണം. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ എന്താണ് അങ്ങേ ആ ഒരു തലത്തിലേക്ക് നയിക്കാൻ, അങ്ങോട്ട് ഈ യാത്രയുടെ ഗമനം തുടങ്ങാൻ പ്രചോദനം കിട്ടിയ എന്തെങ്കിലും ചെറിയ കാരണങ്ങളുണ്ടാവും. അതെന്താന്ന് അങ്ങ് ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, ആരിൽ നിന്നെങ്കിലും ആയിരിക്കുമല്ലോ, വെറുതെ പ്രകൃതിയിൽ നിന്ന് കിട്ടില്ല, എന്തെങ്കിലും ജീവശക്തിയിൽ നിന്നായിരിക്കുമല്ലോ. അപ്പൊ അത് ഓർമ്മിക്കുന്നുണ്ടോ അങ്ങ്? പിന്നെ തീർച്ചയായിട്ടും അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരുപാട് വ്യക്തികൾ സ്വാധീനിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയും ഒരു സ്പാർക്ക്, ഒരു തുടക്കം കിട്ടുന്നുണ്ട്. അത് വളരെ യാദൃച്ഛികമായിട്ട് ആണത് സംഭവിച്ചത്. കാരണം സാധാരണ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഇല്ലായ്മകളും വല്ലായ്മകളുമുള്ള തികച്ചും ഗ്രാമാന്തരീക്ഷത്തിലെ ഒരു ജീവി. അപ്പോൾ അതൊരു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം തന്നെ ഒരു കാടാണ്. തൂങ്ങിത്രമല, തൊട്ടയലൊപ്പം ആകെ ഒരു അയലൊക്കെ ഉള്ളൂ. അത് കല്ലിരിക്കാട്ട് പോകുന്നു. അപ്പോൾ അറിയാമല്ലോ ഏകദേശം നമ്മൾ താമസിക്കുന്നത് പാറപ്പുറത്ത് വീട്ടുപേര്. അപ്പോൾ ഏകദേശം ആ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ അറിയാം. കുറുക്കനും കീരിയും പാമ്പും മുയിലും കാട്ടുമാക്കാനും ഒക്കെയുള്ള ചെറിയ അരുവിയും എല്ലാമുള്ള ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ചെത്തിക്കോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ചെത്തിക്കോടിന് പടിഞ്ഞാറ് വശത്തായിട്ട് വരും കാഞ്ഞിരവിറ്റം റെയിൽവേ സ്റ്റേഷൻ. ചെത്തിക്കോട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കുഞ്ഞ് സിറ്റിയാണ് നമ്മുടെ പ്രദേശം. അതെ. അപ്പോൾ അവിടെ കുറച്ച് കൂട്ടുകാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വോളിബോൾ കളിക്കാൻ പോകും. അപ്പോൾ പലരുടെയും നിർദ്ദേശപ്രകാരമാണ് വോളിബോൾ കളിക്കാൻ തീരുമാനിച്ചത്. കാരണം ഇച്ചിരി ഹൈറ്റ് കൂടണമെങ്കിൽ വോളിബോൾ നോക്കും എന്ന് പറഞ്ഞിട്ടാണ് വോളിബോൾ. അങ്ങനെ ചെത്തിക്കോടിൽ വടക്കുവശത്ത് നമ്മുടെ ഒരു സർപ്പധർമ്മ സങ്കേതമുണ്ട്. അതിനൊക്കെ വടക്കുവശത്തൊരു റബ്ബർ തോട്ടമുണ്ട്. അതിനകത്ത് വോളിബോൾ കളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ ഒരു ഗ്രൗണ്ട് പോലെയൊക്കെ ആക്കി അങ്ങനെ കുറച്ച് കുട്ടികൾ കൂടിയിട്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കൂട്ടുകാർ കൂടിയിട്ട് ഇങ്ങനെ ഒരു വോളിബോളിൻ്റെ കോട്ടൊക്കെ ഇട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആകെ അയലക്കം എന്ന് പറഞ്ഞാൽ, തൊട്ടയലക്കം എന്ന് പറഞ്ഞാൽ താഴത്തെ അമ്മച്ചിയുടെ വീടാണ്. കല്ലിരിക്കാട്ടെന്നാണ് ആ വീട്ടു പേര്. മറിയാമ്മ എന്നാണ് അമ്മച്ചിയുടെ പേര്. അപ്പോൾ താഴത്തമ്മച്ചിയാണ് ശരിക്കും ഞങ്ങളെ അമ്മയ്ക്കൊപ്പം വളർത്തിയത്. അപ്പോൾ അവിടെ ലിസ് ചേച്ചി, ലീന ചേച്ചി, ബെന്നി ചേട്ടൻ, ബി ചേട്ടൻ, ഇങ്ങനെ അവർ ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള ഒരു കുടുംബം. താഴത്തമ്മച്ചി എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ തന്നെയാണ് താഴത്തമ്മച്ചി. ഞങ്ങൾക്ക് കാച്ചിങ്ങൊക്കെ ചുട്ടു തരും. ഈ കാച്ചിലിൻ്റെ വള്ളികളുണ്ടാവുന്നത്. അപ്പോൾ കാച്ചിങ്ങയൊക്കെ തിന്നാണ് ശരിക്കും രസകരമായിട്ടുള്ള ബാല്യം. എപ്പോഴും ഓർക്കുമ്പോഴത്തേക്കും ആ ടേസ്റ്റും അമ്മച്ചിയൊക്കെ ഓർമ്മ വരും. അപ്പം അമ്മച്ചി ഒരു ദിവസം ഞാനിങ്ങനെ ചെത്തിക്കോട്ടിൽ പോയി ഇങ്ങനെ കോട്ടൊക്കെ റെഡിയാക്കിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ കളിക്കാൻ പോയതെന്ന് പറഞ്ഞു അമ്മച്ചി. അപ്പോൾ ബെനിച്ചേട്ടൻ്റെ ഭാര്യ ഷൈനി ചേച്ചി. അപ്പോൾ ഷൈനി ചേച്ചി അമ്മയുടെ തലയിൽ പെരുന്നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാൽത്തമ്മച്ചിയുടെ തലയിൽ. അപ്പോൾ അമ്മച്ചി ആ തോട്ടത്തിനെ പറ്റി പറഞ്ഞു. അതിനകത്തൊരു കിണറുണ്ട്, നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്താണ് ആ കിണർ? അത് പാണ്ഡവന്മാർ കുത്തിയൊരു കിണറാണ് ഇന്നത്തെ ഉള്ളത്. അത് ശരി. ഞാൻ പാണ്ഡവന്മാർ കുത്തിയോ? ഒരു പാഞ്ചാലിയുടെ ഒരു കിണറുണ്ടല്ലോ. അവർ പാണ്ഡവന്മാർ
വന്ന് താമസിച്ച ഒരു സ്ഥലമാണ്. അവിടെ അവർ നിർമ്മിച്ചതായിട്ടുള്ള ഒരു കിണറുണ്ട്. എനിക്കത് ശരിക്കും അതുവരെ കേൾക്കാത്ത ഒരു അത്ഭുത ലോകം അവിടെ ഓപ്പണാവും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു അവരിവിടെ എങ്ങനെയാണ്? അവർ വനവാസ സമയത്ത് വന്നതാണ്, അവരിവിടെ താമസിച്ചു. ഒരുപാട് സ്ഥലത്ത് അങ്ങനെയുള്ള കിണറുകളുണ്ട്, അവർ നിർമ്മിച്ച കിണറുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മച്ചി എന്നോട് പറഞ്ഞു, ഇത് മാത്രമല്ല, തോട്ടറപ്പുഞ്ച 7 മുഴു 72 മുക്കായിട്ട് കിടക്കുന്ന എറണാകുളം കോട്ടയം ജില്ലയിൽ വ്യാപിച്ച് കിടക്കുന്ന മനുഷ്യനിർമ്മിതമായ പുഞ്ച, അത് പാണ്ഡവന്മാർ നിർമ്മിച്ചാണ്. അവിടെ കൊട്ടതട്ടിയുണ്ട്, തൂബയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പോയത് ആദ്യം ഈ കിണർ കാണാൻ. ഞാൻ കളിക്കുന്ന റബ്ബർ തോട്ടത്തിനകത്തെ കിണർ കാണാനാണ് ആദ്യമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അത് കണ്ടപ്പോൾ ആ കിണർ എന്ന് പറഞ്ഞാൽ അത് പുതിയൊരു ലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോകായിരുന്നു. താരത്തമ്മച്ചി പറഞ്ഞനുസരിച്ച് ആ കിണർ പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഗ്രഹം കൊട്ടത്തട്ടിയും തുമ്പയറിലായിരുന്നു. പാണ്ഡവന്മാർ ഈ തോട്ടറപ്പുഞ്ച നിർമ്മിച്ചപ്പോൾ ആ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് ആ മണ്ണ് ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും അവിടെ കൊട്ടയും തട്ടി ഒരു കുന്ന്, അതുപോലെ തന്നെ തൂമ്പയിറങ്ങിയ ഒരു സ്ഥലം അവർ നിർമ്മിച്ചതായിട്ടുള്ള ഒരു പുഞ്ച. ഇത് മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ പുഞ്ച എന്ന് പറയുന്നത്. അപ്പോൾ അത് പോയി കാണാൻ പോയി, കൊട്ടത്തട്ടി പോയി, തുമ്പയിറങ്ങി പോയി. അപ്പം ഞാൻ അമ്മച്ചോട് വന്നിട്ട് അങ്ങനെ പറഞ്ഞു, ഞാൻ അവിടെ പോയി നോക്കി, കേരളത്തിൽ മൊത്തം ഇതുപോലത്തെ സ്ഥലമുണ്ട്. അപ്പോൾ എന്നോട് അമ്മച്ചി പറഞ്ഞു, സീതകുന്നെന്ന് നീ കേട്ടിട്ടുണ്ടോ? നമ്മുടെ പഞ്ചായത്തിൽ, എടക്കാട്ടുകൽ പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട ഒരു വീട്ടുപേരാണ് സീതകുന്ന്. അവിടെ സീത താമസിച്ച കുന്നാണ്. പിന്നെ ആ ഒരു അറിവും കൂടി വന്നു, രാമായണത്തിൻ്റെയും ഐതിഹ്യങ്ങളുമായിട്ട് ഈ ദേശത്ത് ഇങ്ങനെ ഇപ്പോഴും സ്ഥലങ്ങളുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, നമുക്കൊരു സുപ്രഭാതത്തിൽ പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്നതൊന്നല്ല ഇത്. അല്ല, ഇപ്പം മോഹൻജി എൻ്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ വന്നാലാണ് ഇവിടെ വന്നു എന്ന് അത്രേ ഉള്ളൂ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും വരാതെ വന്നു എന്നോ താമസിക്കാതെ താമസിച്ചു എന്നോ പറയാൻ പറ്റില്ല. ഇല്ല, അത് സ്ഥാപിതമാവില്ല. മറ്റത്തിൽ മഠം എന്ന് പറയുന്ന ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഈ യാഗങ്ങളും യജ്ഞങ്ങളും നടന്ന ഈ വീട്ടിൽ ഞാൻ താമസിച്ചാൽ മാത്രമാണ് ഞാൻ ഇവിടെ താമസിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ പാണ്ഡവന്മാർ ഇവിടെ വന്നു, എങ്ങനെ രാമായണത്തിലെ ഈ രാമനും സീതയും ഇവിടെ താമസിച്ചു, അതിന് ചരിത്രപരമായിട്ടുള്ള ഐതിഹാസികപരമായിട്ടുള്ള തെളിവുകളുണ്ടോ? വാമൊഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏത് ഭാഗത്താണ്? ഈ രാമായണവുമായിട്ട് മഹാഭാരതവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ താഴ്ത്തുവെച്ച് എന്നോട് വളരെ ഉറച്ച ശബ്ദത്തിലാണ് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കേട്ടു എന്നല്ല, അതങ്ങനെയാണ്. അപ്പം അമ്മച്ചിയുടെ ആ പറച്ചിലും അമ്മച്ചി എനിക്ക് പകർന്നു തന്ന പുതിയ അറിവും നിശ്ചയദാർഢ്യത്തോടുകൂടി. അതെ. പിന്നെ ഞാൻ നൂറ്റവമ്പാറ തൊട്ട് പാണ്ഡവൻപാറ, ചെങ്ങന്നൂർ, അവിടെ ഉറവപ്പാറ, ഭീമൻപാറ, മറ്റേ ഇല്ലിക്കക്കല്ല്, കുടക്കല്ല്, അക്ഷയപാത്രം ഉപേക്ഷിക്കുക, വ്യോമമാർഗ്ഗം ഗമിക്കുമ്പോൾ അർജുനൻ പ്രതി സ്പോൺസേഡ് ബൈ മുഴിക്കരോട്ട്.